സമർപ്പിക്കും. തുളസി ഉൾപ്പെടെ 2 3 പൂ എടുക്കും. പ്രാർത്ഥിക്കൂ. ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന് നിവേദ്യം സമർപ്പിക്കുന്നു. ഇനി ക്ഷേത്രത്തില് പൂജ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ പിന്നീടുള്ളത് നട അടച്ചിട്ടുള്ള പൂജയാണ്. ആ പൂജയുടെ ഘട്ടത്തിന്റെ പേര് പ്രസന്ന പൂജ എന്നാണ്. അപ്പോ ഒരു പൂവെടുത്ത് പ്രാർത്ഥിക്കൂ. ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന് പ്രസന്ന പൂജ ചെയ്യുന്നു. സമർപ്പിക്കൂ. ഇനി പൂജാ സമയത്ത് നമ്മൾ കൊടുക്കുന്ന റെസീറ്റ് അനുസരിച്ച് അർച്ചന ചെയ്യും. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ സമയത്തായിരിക്കും. കുറച്ച് കൊടുക്കും. എന്നിട്ട് പ്രാർത്ഥിക്കൂ. പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നു. പൂ അവിടെ സമർപ്പിക്കും. ഇനിയാണ് നമ്മൾ വിദ്യാഗോപാല പൂജ ചെയ്യുന്നത്. ഇനി വിദ്യാഗോപാല മന്ത്രം നമ്മൾ അർച്ചിച്ച് തുടരാൻ. ആദ്യം എന്നെ ശ്രദ്ധിക്കൂ. വിദ്യാഗോപാല മന്ത്രം അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ 4 വരിയാണ് മന്ത്രത്തിനുള്ളത്. ആദ്യം ഒന്ന് ചൊല്ലാം, എന്നിട്ട് അതിന്റെ അർത്ഥം പറയാം. ആ അർത്ഥം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അർച്ചന ചെയ്തുകൊണ്ടേയിരിക്കണം. ഒന്നാമത്തെ വരി കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. അതിനർത്ഥം കൃഷ്ണൻ ഭഗവാന്റെ പേരാണ്. ഹരി എന്ന ഭഗവാന് മറ്റൊരു പേരുണ്ട്. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ വിളിക്കുന്നു ഹരേ എന്ന്. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. ഒന്നാമത്തെ വരി കഴിഞ്ഞു. രണ്ടാമത്തെ വരി സർവജ്ഞ ത്വം പ്രസീദ മേ. സർവജ്ഞനായിട്ടുള്ള അങ്ങ് എന്നിൽ പ്രസാദിക്കണമേ. സർവജ്ഞൻ എന്ന വാക്കിന്റെ അർത്ഥം എല്ലാം അറിയുന്നവൻ. ഏതെങ്കിലും ഒരു കാര്യം അറിയുന്ന ഒരാളെ സമീപിച്ചാൽ ആ കാര്യം മാത്രം പഠിക്കാം. സർവജ്ഞനാണ് ഭഗവാൻ എന്നാണ് നമ്മുടെ സങ്കല്പം. അതനുസരിച്ച് എല്ലാം അറിയുന്ന ആളാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ ഭഗവാനോട് പറയുന്നു, എന്നിൽ അങ്ങ് പ്രസാദിക്കൂ. അടുത്ത വരി രമാ രമണ വിശ്വേശ. രമ ലക്ഷ്മി, രമയുടെ രമണൻ, രമയുടെ ഭർത്താവ് മഹാവിഷ്ണു ഭഗവാൻ. അടുത്തത് വിശ്വേശൻ, വിശ്വം ലോകം, ഈശനം പരിപാലനം. അപ്പോ ലക്ഷ്മിയുടെ ഭർത്താവായിരിക്കുന്ന ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്ന ഭഗവൻ, അങ്ങേക്ക് നമസ്കാരം, അങ്ങ് എന്നിൽ പ്രസാദിക്കൂ. 3 വരി കഴിഞ്ഞു. 4ാമത്തെ വരി വിദ്യാം ആശു പ്രയച്ഛ മേ. എനിക്ക് എത്രയും പെട്ടെന്ന് വിദ്യ അനുഗ്രഹിച്ച് നൽകിയാലും. ഇതാണ് മന്ത്രം. അപ്പോ കൃഷ്ണ കൃഷ്ണ എന്ന് കേൾക്കുമ്പോൾ പൂവെടുക്കാം. മന്ത്രം ഏറ്റു ജപിച്ചുകൊണ്ടിരിക്കുക. പ്രയച്ഛമേ എന്ന് കേൾക്കുമ്പോൾ അർച്ചിക്കാം. അങ്ങനെയുള്ള 21 അർച്ചനകളാണ് നടക്കുക. ശരി, ജപിക്കാം. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ. രമാ രമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. പ്രചിച്ചില്ലേ? ഇനി പ്രയച്ഛമേന്ന് കേൾക്കുമ്പോൾ അർച്ചിക്കുക. ഒന്നും നോക്കണ്ട, ഉറക്കെ ജപിക്കൂ. നമ്മള് ഒരുപക്ഷെ ആരുടെയും നിർബന്ധം കൊണ്ടായിരിക്കും ഇവിടെ വന്നിരിക്കുന്നതാണ്. പക്ഷെ ഏതായാലും ഇവിടെ വന്നിരുന്നൂലോ. ഇനി ഒരു 10-15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അത്രയും സമയം അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട് ചെയ്യാം. ബാക്കിയുള്ളവരൊക്കെ എവിടെയെങ്കിലും നോക്കൂ. അമ്മേ, ഈ 2 പേര് എവിടെയെങ്കിലും ഇരിക്കും. എല്ലാവരും ഇരിക്കും. നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ തോന്നും, എന്തെങ്കിലും ചെയ്യാൻ തോന്നും. എല്ലാവരും എവിടെയെങ്കിലും ഇരിക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക. എല്ലാവർക്കും ഈ മന്ത്രം ഏറ്റു ജപിക്കാവുന്നതാണ്. ബാക്കിയുള്ള സകല കാര്യങ്ങളും മാറ്റിവെച്ച് ഈ മന്ത്രം ഏറ്റു ജപിച്ചുകൊണ്ടേയിരിക്കാം. ഒരു കാര്യം നോക്കൂ, ഒരു പൂ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇടുന്നത് അത് പൂജയാവില്ല. മനസ്സുകൊണ്ട് സങ്കല്പിക്കുമ്പോഴേ പൂജയാവുന്നുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ഭക്തിയോടുകൂടി അത് ചെയ്തുകൊണ്ടേയിരിക്കാം. മന്ത്രം എല്ലാവർക്കും ഉറക്കെ ഏറ്റു ജപിക്കാവുന്നതാണ്. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ. രമാ രമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ.
ഇനി പ്രേക്ഷകനെ കേൾക്കുമ്പോൾ അർച്ചിച്ചോളൂ, പറയില്ല, തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. 10 അർച്ചനകൾ, ഇനി 11 അർച്ചനയും കൂടി. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ
സർവജ്ഞത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ 18 അർച്ചനയായി 3 അർച്ചനയും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ജപിക്കൂ, പൂവെടുക്കുക, ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ മനസ്സിൽ സങ്കല്പിക്കുക, ജപിക്കുക. ഭഗവാന്റെ പാദങ്ങളിലേക്ക് ഈ പൂക്കൾ ചെന്ന് ചേരയണമേ എന്ന് സങ്കല്പിച്ചുകൊണ്ട് അർച്ചന ചെയ്തുകൊണ്ടേയിരിക്കും. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. ഒരർച്ചനയും കൂടി. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. അർച്ചന അവസാനിച്ചു. ഇനി കുറച്ച് പൂവെടുക്കൂ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പൂവെടുക്കാം, തൊഴുതിരിക്കാം, നിവർന്നിരിക്കാം, കണ്ണുകളടയ്ക്കാം. നിവർന്നിരിക്കും, കണ്ണുകളടയ്ക്കും. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ. ഒടിഞ്ഞു കുത്തിയിരിക്കാതിരിക്കും, നിവർന്നിരിക്കും. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽ പൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. ഇനി മുഴുവൻ കേൾക്കുക, എന്നിട്ട് മാത്രം ചെയ്യാം. 2 കൈകളും ആ വിളക്കിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത്. ആയിട്ടില്ല, പറയട്ടെ. നമ്മുടെ ഉദ്ദേശ്യം നമ്മൾ ഭഗവാന്റെ പാദങ്ങളിലേക്ക് പൂക്കൾ അർപ്പിച്ചു എന്നാണ്. ആ ഭഗവാന്റെ പാദങ്ങളിൽ ചേർന്നിരിക്കുന്ന പൂക്കൾ കുറച്ച് പ്രസാദമായി സ്വീകരിക്കാൻ ആ സങ്കല്പത്തോടെ 2 കൈ കൊണ്ടും വിളക്കിന്റെ അടിയിൽ ഒന്ന് തൊടു. ഒരു പൂവെടുക്കൂ. വലത്തെ കൈ കൊണ്ട് വിളക്കിന്റെ ചുവട്ടിൽ നിന്നും ഒരു പൂവെടുക്കുക. അതൊന്ന് മണക്കൂ. പുറകിലേക്ക് കളയും. തുളസി 2 തുളസി വിളക്കിന്റെ ചുവട്ടിൽ നിന്നും എടുക്കൂ.
വിളക്കിന്റെ ചുവട്ടിൽ നിന്നും 2 തുളസി എടുക്കും. ആ തുളസി പെൺകുട്ടികൾക്ക് മുടിയിൽ ചൂടാം. 2 കൈയും പിൻവലിക്കാം. ആ തുളസി പെൺകുട്ടികൾക്ക് മുടിയിൽ ചൂടാം, ആൺകുട്ടികൾക്ക് ചെവിയിൽ ചൂടാം. നിങ്ങൾ ചെയ്ത പൂജയുടെ പ്രസാദമാണ്.